ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാലത്തും പാകിസ്ഥാൻ മറക്കാത്ത ഒരു സംഗതിയാണത്. അവരുടെ മടയിൽ കയറി ഇന്ത്യ അടിച്ച് തകർത്ത ദിവസം, അതും കശ്മീരിൽ നടത്തിയ, പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന വലിയ തോതിൽ ഭീകരരെ തകർക്കുന്ന സംവിധാനം അവിടെ ഉപയോഗിച്ചു. പാകിസ്ഥാൻ ഞെട്ടി. സിന്ദൂറിൽ തകർന്നത് ജെയ്ഷെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിരുന്നു. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ വൈറലായിരുന്നു. ബഹാവൽപൂരിലാണ്, അതായത് പാക് പഞ്ചാബിലെ ബഹാവൽപൂരിലാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമുള്ളത്. മർക്കസ് സുബാർ അള്ള എന്ന കെട്ടിടമാണ് ഇപ്പോൾ അവർ പുനർനിർമ്മിച്ചത് എന്നുള്ള വിവരം പുറത്തു വരികയാണ്. പാക് സർക്കാരിൻ്റെ സഹായത്തോടെയാണ് നിർമ്മാണം എന്നും വിവരങ്ങൾ പുറത്തു വരികയാണ്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, പുതിയ വെല്ലുവിളിയാണ്. നമ്മുടെ ഓപ്പറേഷനിൽ തകർത്ത ഒരു കെട്ടിടം അവർ പുനർനിർമ്മിക്കുന്നു. സ്വാഭാവികമായും അവിടെ വീണ്ടും പരിശീലന കേന്ദ്രം അവർ ആരംഭിക്കും, സംശയമില്ല. ഇന്ത്യയുടെ നമ്മുടെ മറുപടിയാണ് പ്രതീക്ഷിക്കേണ്ടത്. രഞ്ജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മർക്കസ് സുബൻ അള്ള തകർത്തത്. അത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പാകിസ്ഥാൻ്റെ കെട്ടിടമാണ്. അവിടെ ആണ് ഈ ജെയ്ഷയുടെ ഗ്ലോബൽ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ജിഹാദികൾക്കുള്ള അതിൻ്റെ കവാടം, ജിഹാദിലേക്കുള്ള കവാടം എന്ന തരത്തിൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവിടെ നിന്നാണ് ഈ നിർദ്ദേശങ്ങൾ വരുന്നത്. അവിടെ നിന്നാണ് തീവ്രവാദത്തിനുള്ള പദ്ധതികൾ തയ്യാറാകുന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പത്താൻകോട്ട് ആക്രമണം ആയിക്കോട്ടെ, എയർബേസിലേക്കുള്ള ആക്രമണം, ഇതെല്ലാം പദ്ധതിയിട്ടത്, ഇന്ത്യയിൽ നടന്ന പല സുപ്രധാന തീവ്രവാദ ആക്രമണങ്ങളും പദ്ധതിയിട്ടത് ഈ ബഹാവൽപൂരിലെ ഈ കേന്ദ്രത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു കൃത്യമായ മറുപടി എന്ന നിലയിൽ ഇന്ത്യ ഈ കേന്ദ്രം തകർത്തത്. അതിൻ്റെ മുകളിലെ ആ താഴികക്കുടം, ആ ഡൂം, ആ ഭാഗമൊക്കെ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ അന്ന് ലഭിച്ചിരുന്നു. ഏതാണ്ട് 15 മാസം കൊണ്ടിപ്പോൾ അത് പുനർനിർമ്മിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ പാകിസ്ഥാനെതിരായി 12 കോടിയോളം രൂപ ആദ്യഘട്ടത്തിലും പിന്നീട് 3 കോടി, അങ്ങനെ 15 കോടിയോളം രൂപ നൽകി എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന ഈ പ്രസ്ഥാനം തന്നെ ഐക്യരാഷ്ട്രസഭ ഒരു തീവ്രവാദ സംഘടന എന്ന നിലയിൽ അതിനെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളതാണ്, അതിനെ നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സംഘടനയ്ക്കാണ് പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് അതിനൊരു കോംപ്ലക്സ് പണിയുന്നത്. ഏതാണ്ട് 15 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് അതിൻ്റെ ഒരു കോംപ്ലക്സ് പണിയുന്നതിനുള്ള സഹായങ്ങൾ നൽകിയിട്ടുള്ളത്. അവിടെയാണ് ഈ തീവ്രവാദ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പരിശീലനം നൽകുന്നത്. അവിടെയുള്ള മദ്രസകളിലാണ് ഇത്തരം ഇന്ത്യ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിനും തീവ്രവാദ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനും ഒക്കെയുള്ള പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. രാജ്യം അത് ഗൗരവത്തോടു കൂടി തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒരു പിന്തുണ ഈ തീവ്രവാദ സംഘങ്ങൾക്കുണ്ട് എന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി ഈ സാഹചര്യം ഇന്ത്യക്ക് അനുകൂലമാകും എന്നതാണ് നമ്മൾ കരുതുന്നത്. നിരന്തരമായ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമല്ല, പക്ഷേ മറിച്ച് ഇത്തരം തീവ്രവാദ സംഘങ്ങളോട് സന്ധിയില്ലാത്ത ഒരു പോരാട്ടം ആയിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ. അത് തുടരും എന്ന് ഇന്ത്യ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇത്തരം കേന്ദ്രങ്ങൾ ഇനിയും ഇന്ത്യയുടെ ലക്ഷ്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.